Second question, find the derivative of cos sin x. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് കോസ് സൈൻ എക്സിൻ്റെ എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കോസിൻ്റെ കാണുക. ഇതൊരു കോമ്പോസിറ്റാണ്. നോർമലി എന്താ വരുന്നത്? കോസ് എക്സാണ് വരുന്നത്. പക്ഷേ ഇവിടെ എക്സിന് പകരം ആരാ വന്നിരിക്കുന്നത്? സൈൻ എക്സ് ആണ്. അതായത് ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ്റെ വേരിയബിളിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് വേറൊരു ഫംഗ്ഷൻ. സോ അതാണ് കോമ്പോസിറ്റ് പറയുന്നത്, കോമ്പോസിറ്റ് എന്ന് പറയണേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം നോർമലി കോസിൻ്റെ കാണുന്നത് എങ്ങനെയാണ് അതുപോലെ കാണുന്നത്. എന്താ കോസിൻ്റെ ഡെറിവേറ്റീവ്? അപ്പോൾ മൈനസ് സൈൻ എക്സിന് വരെ ഇവിടെ ആരാ വരുന്നേ? സൈൻ. അപ്പോൾ മൈനസ് സൈൻ എക്സ് എന്ന് വരും. ക്ലിയർ ആണോ? പക്ഷെ അത് തീർന്നിട്ടില്ല. അതിൻ്റെ കൂടെ ആരുടെയും കൂടെ കാണണം? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ അതെന്ത് വരും? മൈനസ് സൈൻ എക്സ് ടൈംസ് കോസ് എക്സ് വരും. ക്ലിയർ അല്ലേ? ഒന്ന് നോട്ട് ചെയ്തേ. അടുത്തത് തേർഡ് വൺ, കോസ് റൂട്ട് എക്സ്. കോസ് റൂട്ട് എക്സ് എങ്ങനെ കാണുന്നത്? ഇത് എക്സ് തന്നെയാണ് വേരിയബിൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് d/dx ഓഫ് കോസ് റൂട്ട് എക്സ് അങ്ങനെ തന്നെയാണ്. എക്സിന് വരെ ആരാ വന്നിരിക്കുന്നത്? എക്സിന് വരെ റൂട്ട് എക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നോർമലി കോസിൻ്റെ കാണണം. എന്താ കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താ? അപ്പോൾ മൈനസ് സൈൻ റൂട്ട് എക്സ് എന്ന് വരും. അതിനുശേഷം ആരുടെ ഡെറിവേറ്റീവ് കാണണം? റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണണം. എന്താ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ്? അതിനകത്ത് പഠിച്ച ആ ലിസ്റ്റിലുണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ അത് പഠിക്കുക. d/dx ഓഫ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1/2 റൂട്ട് എക്സ്. ഓക്കെ, 1/2 റൂട്ട് എക്സ്. അപ്പോൾ അത് ഇവിടെ നമുക്ക് എഴുതാം 1/2 റൂട്ട് എക്സ്. സോ ദ ആൻസർ വിൽ ബി മൈനസ് സൈൻ റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ 2 റൂട്ട് എക്സ്. ഇതാണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. sec tan root x. ഇത് എത്ര ഫംഗ്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. കോമ്പോസിറ്റ് ആയിട്ട് എത്ര ഫംഗ്ഷൻ കിടക്കുന്നുണ്ടെന്ന് നോക്കുക. ഇതിവിടെ ഒരു ഫംഗ്ഷൻ, അതിന് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ സീക്കിൻ്റെ എക്സിന് പകരം ടാൻ റൂട്ട് എക്സ് വന്നിരിക്കുന്നു. ടാനിൻ്റെ എക്സിന് പകരം ആര് വന്നിരിക്കുന്നു? റൂട്ട് എക്സ് വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? അതായത് സീക്കിൽ നിന്ന് തുടങ്ങുക. സീക്കിൻ്റെ ഡെറിവേറ്റീവ് എന്താ? അപ്പോൾ എക്സിന് പകരം ഇവിടെ കിടക്കുന്ന ആരാ? സീക്ക് ടാൻ റൂട്ട് എക്സ്. പിന്നെന്താ വരുന്നത്? സീക്ക് എക്സ് ടാൻ എക്സ് എന്നാ പറഞ്ഞത്. ടാൻ റൂട്ട് എക്സ്. ക്ലിയർ ആണോ? ഓക്കെ, അതിനുശേഷം ആരുടെ ഡെറിവേറ്റീവ് കാണണം? d/dx. നെക്സ്റ്റ് ആള് എന്ന് പറയുന്നത് ടാൻ റൂട്ട് എക്സ് ആണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വീണ്ടും എഴുതാം സീക്ക് ടാൻ റൂട്ട് എക്സ്. ആ ഫസ്റ്റ് ലൈൻ ഞാൻ വീണ്ടും എഴുതുവാണ്. ടാൻ റൂട്ട് എക്സ്. കുഴപ്പമില്ലല്ലോ? ഇല്ല. അതിനുശേഷം എന്താണ്? d/dx ഓഫ് ടാൻ റൂട്ട് എക്സ്. ടാൻ്റെ ഡെറിവേറ്റീവ് എന്താ? അപ്പോൾ അത് സീക്ക് സ്ക്വയർ റൂട്ട് എക്സ് എന്ന് വരും. ശരിയല്ലേ? അതിനുശേഷം ആരുടെ കൂടി കാണണം? d/dx ഓഫ് റൂട്ട് എക്സിൻ്റെ കൂടി കാണണം. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ വീണ്ടും എഴുതുന്നില്ല, അത് റിപ്പീറ്റ് ചെയ്ത് എഴുതുക. അതിനുശേഷം റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ടൈംസ് 1/2 റൂട്ട് എക്സ്. ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ 4 ക്വസ്റ്റ്യൻ ചെയ്തു. ഒന്ന് നോക്കാമോ അത്? e⁻x sin x. e⁻x sin x ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, e⁻x sin x ഇതൊരു കോമ്പോസിറ്റ് അല്ല. പക്ഷേ ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? എങ്ങനെയാണ് ഈ രണ്ട് ഫംഗ്ഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? പ്രോഡക്റ്റ് ആയിട്ട് വന്നിരിക്കുക. എന്തായിട്ട് വന്നിരിക്കുന്നത്? പ്രോഡക്റ്റ്. അപ്പോൾ ഏത് റൂളാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യേണ്ടത്? പ്രോഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യണം. ശരിയല്ലേ? എങ്ങനെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം? എന്തായിരുന്നു പ്രോഡക്റ്റ് റൂൾ? എന്തായിരുന്നു? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഇൻറ്റു എന്ന് പറയുമ്പോൾ e⁻x ഇൻറ്റു ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് d/dx ഓഫ് സൈൻ എക്സ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു എന്ന് പറയുമ്പോൾ സൈൻ എക്സ് ടൈംസ് d/dx ഓഫ് e⁻x. ക്ലിയർ ആണോ?
ഓക്കെ, ഇ റൈസ് ടു എക്സ് ടൈംസ് എന്താ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താ? വെരി ഗുഡ്, പ്ലസ് സൈൻ എക്സ് അതുപോലെ തന്നെ എടുത്തെഴുതുന്നു. ദെൻ ഡി ബൈ ഡി എക്സ് ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇ റൈസ് ടു എക്സ് തന്നെയല്ലേ? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആരാ കോമൺ? ആരാ? ഇ റൈസ് ടു എക്സ് കോമൺ അല്ലേ? പുറത്തേക്ക് എടുക്കാലോ, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ക്ലിയർ? ഇതാണ് ആൻസർ. അടുത്ത സെക്ഷനിലേക്ക് പോയാലോ? നെക്സ്റ്റ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് ആണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. എന്താ ഇംപ്ലിസിറ്റ് ഫങ്ഷൻ? അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, എന്താണ് എക്സ്പ്ലിസിറ്റ് ഫങ്ഷൻ എന്നുള്ള കാര്യം. അപ്പോൾ ഇംപ്ലിസിറ്റ് ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, എക്സ്പ്ലിസിറ്റ് ഫങ്ഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ എനിക്കിവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ബിഫോർ പഠിച്ച കാര്യം എന്താ? നമ്മൾ എഴുതിയത് ഇങ്ങനെയാണ്, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എന്താണ് y എന്ന് പറയുന്ന ആൾ ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഫംഗ്ഷൻ, ലൈക്ക് സൈൻ എക്സ്, y ഈക്വൽ ടു സൈൻ എക്സ്, അല്ലെങ്കിൽ y ഈക്വൽ ടു ഇപ്പോൾ ചെയ്ത എക്സാമ്പിൾ y ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് സൈൻ എക്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇവിടുത്തെ വേരിയബിൾ ഒറ്റ ആളല്ലേ ഉള്ളൂ? ഇയാളെ അല്ലേ ഈ പറയുന്ന y ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ശരിയാണോ? ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരാളെ ഒറ്റ വേരിയബിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വരുന്ന ഫംഗ്ഷൻസിനെയാണ് എക്സ്പ്ലിസിറ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ y ഈക്വൽ ടു കോസ് തീറ്റ, അല്ലെങ്കിൽ y ഈക്വൽ ടു എന്താണ്? ഇ റൈസ് ടു സൈൻ തീറ്റ, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ അവിടെ ആര് മാത്രമേ ഉള്ളൂ? ഒറ്റ വേരിയബിൾ മാത്രമേ ഉള്ളൂ. ഇവിടെ y ആരെ ഡിപ്പെൻഡ് ചെയ്യണേ? തീറ്റേനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് ഫംഗ്ഷൻ എന്ന് പറയണേ? എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ. ക്ലിയർ ആണോ? ക്ലിയറാ? അപ്പോൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഫംഗ്ഷൻസിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ഫംഗ്ഷൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും തരുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. ഇപ്പം എന്താ ഇവിടുത്തെ അവസ്ഥ? ഇവിടെ എത്ര വേരിയബിളുകൾ കാണാൻ പറ്റുന്നുണ്ട്? ഇവിടെ ഒരു വേരിയബിൾ മാത്രമാണോ ഉള്ളത്? അതായത് ഇവിടെ എക്സ് മാത്രമാണോ ഉള്ളത്? ഇവിടെ എക്സ് മാത്രമാണോ ഉള്ളത്? ഒന്നിലധികം ഉണ്ട്. ആരൊക്കെയുണ്ട്? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ശരിയല്ലേ? അങ്ങനെ ഒന്നിലധികം വേരിയബിൾസ് വരുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. എന്ത് ഫംഗ്ഷനാണ് പറയുന്നത്? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ ഡെറിവേറ്റ് ചെയ്യാൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ സെക്ഷനിൽ നോക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പം കഴിഞ്ഞ തവണ ചെയ്തത് ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കാമോ? അപ്പോൾ അന്നേരമാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. ഓക്കെ, ടു എക്സ് പ്ലസ് 3y ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. ഇവിടെ എത്ര വേരിയബിൾ കാണാൻ പറ്റുന്നുണ്ട്? എക്സിനെയും കാണാൻ പറ്റുന്നുണ്ട്, വൈനെയും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡും കാണാൻ പറ്റുന്നില്ലേ? രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ആരായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക? എക്സ്. കഴിഞ്ഞ തവണ എങ്ങനെയാണോ ചെയ്തത് അങ്ങനെ തന്നെ ചെയ്യുക. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, വൈ വരുന്ന സമയത്ത് അവിടെ ആരെയും കൂടെ ഇട്ട് കൊടുത്താൽ മതി, ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഫൈൻഡ് ദ ഡി വൈ ബൈ ഡി എക്സ്, ഫൈൻഡ് ദ ഡി വൈ അല്ലെങ്കിൽ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ചോദിക്കുന്നത്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡെറിവേറ്റീവ് കാണുക എന്നാണ് പറയുന്നത്. അപ്പോൾ 2x പ്ലസ് 3y സൈൻ എക്സ്. അപ്പോൾ നമ്മൾ ടേക്ക് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എങ്ങനെയാണ്? ഡി ബൈ ഡി എക്സ് ഓഫ് നമ്മൾ കാണുന്നു രണ്ട് സൈഡും 2x പ്ലസ് 3y കാണുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സോ എന്ത് കാണണം? സൈൻ എക്സ് കാണണം. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ട് സൈഡും ബോത്ത് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ആദ്യം ആരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം? 2xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. പിന്നെ ആരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ 3yനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ, അത് വേണമെങ്കിൽ സെപ്പറേറ്റ് എഴുതാം. ഡി ബൈ ഡി എക്സ് ഫസ്റ്റ് 2x കാണുന്നു, പിന്നെ ഡി ബൈ ഡി എക്സ് ആരെ കാണുന്നു? 3yനെ കാണുന്നു. ക്ലിയർ അല്ലേ? ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. ക്ലിയർ? ഒന്ന് നോട്ട് ചെയ്യാമോ?
എഴുതി കഴിഞ്ഞോ? ഓക്കെ, എന്താണ് 2xന്റെ ഡെറിവേറ്റീവ്? അത് ഇത് കണ്ടു കഴിയുമ്പോൾ ഇവിടെ dy/dx അഡീഷണൽ ആയിട്ട് ഇട്ട് കൊടുക്കണം. വൈയുടെ അവിടെ വരുമ്പോൾ ഇടാം. ഓക്കെ, അപ്പോൾ d/dx ഓഫ് 2x എന്ന് പറയുമ്പോൾ 2 കോൺസ്റ്റന്റ് ആണ്. മാറ്റി നിർത്തുക. ആരുടെ ഡെറിവേറ്റീവ് കാണുക? എക്സിന്റെ മാത്രം കാണുക. എന്താ എക്സിന്റെ ഡെറിവേറ്റീവ്? എന്താ എക്സിന്റെ ഡെറിവേറ്റീവ്? d/dx ഓഫ് എക്സ്, കീപ്പ് ഇൻ മൈൻഡ് 1 ആണ്. ഓക്കെ, 1 പ്ലസ് ദെൻ d/dx ഓഫ് 3y എന്ന് പറയുമ്പോൾ ഈ വൈയും ഒരു വേരിയബിൾ ആണ്. ലൈക്ക് ആര്? എക്സ് പോലെ തന്നെയാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണെങ്കിൽ വൈയുടെ ഡെറിവേറ്റീവ് എന്ത് തന്നെയായിരിക്കും? 1 ആയിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു വൈയുടെ കൂടെ ആരെ ഇട്ട് കൊടുക്കണം എന്നാ പറഞ്ഞേ? dy/dx ഇട്ട് കൊടുക്കണം. കാരണം എന്താ? ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നത് ആരുമായി ബന്ധപ്പെടുത്തിയ? എക്സുമായി ബന്ധപ്പെടുത്തിയാണ്. അപ്പോൾ ഒരു വേരിയബിൾ വൈക്ക് വിത്ത് റെസ്പെക്റ്റ് ചെയ്യുന്നത് എക്സ് ആണ്. അതുകൊണ്ട് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy/dx ഇട്ട് കൊടുക്കണം. ക്ലിയർ? അപ്പോൾ വൈ എവിടെ വന്നാലും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അവിടെ dy/dx ഇങ്ങോട്ട് ഇടണം. മനസ്സിലായോ? എന്താ dy/dx ഓഫ് സൈൻ എക്സ്? എന്താ? കോസ് എക്സ്. ക്ലിയർ അല്ലേ? അടുത്ത പേജിലേക്ക് പോട്ടെ. അപ്പോൾ 2 പ്ലസ് എന്ത് വരും? 3 ടൈംസ് dy/dx. ക്ലിയർ? ഈക്വൽ ടു കോസ് എക്സ്. നമുക്ക് വേണ്ടത് ആരെ കാണാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്? dy/dx കാണാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഞാൻ 3 dy/dx അവിടെ നിർത്തി. കോസ് എക്സ് -2 വരുന്നു. ദെൻ dy/dx എന്ത് വരും? കോസ് എക്സ് -2 ഡിവൈഡഡ് ബൈ 3 വരും. ക്ലിയർ അല്ലേ?